ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ വ്ലോഗാണ്. ഞങ്ങളിത് 5 മണി ആയപ്പോത്തിന് എഴുന്നേറ്റ് വന്ന് സുബൈ നിസ്കാരം കഴിഞ്ഞ് നേരെ ഫുഡ് ഉണ്ടാക്കാൻ കയറിയിട്ടുണ്ട്. അതിനിടയിൽ ഉമ്മാക്ക് കുളിക്കാനുള്ള വെള്ളം, ചൂടുവെള്ളത്തിലാണ് കുളിക്കുക. അപ്പോൾ ഉമ്മാക്കുള്ള വെള്ളം ഉമ്മ അവിടെ അടുപ്പത്ത് വെക്കുകയാണ്. ഇനി ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വളരെ കുറച്ച് ഫുഡ് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും എല്ലാ പ്രാവശ്യവും നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കുക. ഇത്തവണ നെയ്ച്ചോറും ബീഫ് വരട്ടിയതും ചിക്കൻ കറിയും മാത്രമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മെയിൻ കാരണം പെരുന്നാളിൻ്റെ അന്ന് തന്നെ ഞാനും ഇക്കയും മോളും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോണത് കൊണ്ട് തന്നെ ഉപ്പയും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുപാട് ഫുഡ് വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റായി പോവുമല്ലോ എന്ന് കരുതിയിട്ട് വളരെ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നേരം വെളുത്തപ്പോൾ ഞാൻ മുറ്റത്തേക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ്. ഇവിടെ രാവിലെ നേരത്തെ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പുണ്ടായിരിക്കും. നാട്ടിലൊക്കെ ഈ സമയത്ത് നിൽക്കാൻ പറ്റാത്തത്ര ചൂടായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ എങ്ങനെയൊക്കെ പോയാലും രാത്രി നമുക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. നാട്ടിലത്തെ അത്ര ചൂടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ദേ നമ്മുടെ ഫുഡൊക്കെ ഏകദേശം റെഡിയായി തുടങ്ങിയിരിക്കണം. പെരുന്നാളിന് ചില വീടുകളിലൊക്കെ രാവിലെ ചായയും കടി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ വീട്ടിൽ, അതായത് എൻ്റെ വീട്ടിലാണെങ്കിലും ഇക്കാക്കാൻ്റെ വീട്ടിലാണെങ്കിലും രാവിലേക്ക് ചായയും കടിയൊന്നും ഉണ്ടാക്കലില്ല. നമ്മൾ നിസ്കാരം കഴിഞ്ഞു വന്നാൽ നേരെ ചോറ് വയ്ക്കലാണ് ചെയ്യുക. അങ്ങനെ ഇതേ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ചോറ് വയ്ക്കലെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളിത് എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലേക്ക് മാത്രമല്ല പോണത്, പോണ വഴിയിൽ നമുക്ക് എൻ്റെ നാത്തൂന്, അതായത് ഇക്കാക്കാൻ്റെ പെങ്ങളെ വീട്ടിലും കൂടെ കയറണം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഇക്കാക്ക ഒരു പള്ളിയിൽ കയറിയിട്ട് ജുമുഅക്ക് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് 2.5 മണിക്കൂറോളം യാത്ര ചെയ്ത് കുറ്റ്യാടി എത്തിയിട്ടുണ്ട്. കുറ്റ്യാടിയാണ് കേട്ടോ താത്താൻ്റെ വീട് വരുന്നത്. അങ്ങോട്ട് പോണ വഴിയിൽ ഇങ്ങനെ ഒരു പാലം കണ്ടപ്പോൾ അവിടെ കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നു നമ്മൾ. നിങ്ങളിപ്പോൾ കണ്ടതാണ് കേട്ടോ ഇത്താത്താൻ്റെ വീട്. അവിടെ എത്തി ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം എല്ലാം വർത്താനം പറഞ്ഞിരുന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിപ്പോൾ പോണ വഴിയിൽ ഈ സ്ഥലം കണ്ടപ്പോൾ നല്ല രസം തോന്നിയിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നതാണ്. മുകളിൽ നിന്ന് കണ്ടതിനേക്കാളും രസം ഉണ്ടായിരുന്നു ഈ സ്ഥലം ഇവിടെ വന്ന് നിന്ന് കാണാൻ. നല്ല കാറ്റും ഉണ്ടായിരുന്നു അവിടെ. കുറേ സമയം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെയിലും കൊണ്ട് വണ്ടിമേ യാത്ര ചെയ്ത് വന്നതിൻ്റെ ആ ഒരു ക്ഷീണമായിട്ട് മാറി കിട്ടി. പിന്നെ അവിടുന്ന് പോകുന്ന നേരെ നമ്മൾ ഇതേ ബേപ്പൂർ വഴിയാട്ടോ വീട്ടിലേക്ക് പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.